ആലപ്പുഴ ചേർത്തലയിൽ സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ മണ്ണുമാന്തി യന്ത്രത്തെ എത്തിച്ച് ഇപ്പോൾ തുടർ പരിശോധനകൾ നടത്തുകയാണ്. കൂടുതൽ അസ്ഥികഷ്ണങ്ങൾ ഇതിന്റെ പല ഭാഗത്തു നിന്നും കിട്ടുന്നതായിട്ടാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം. ചേർത്തലയിലും സമീപ പ്രദേശങ്ങളിലുമായി 3 സ്ത്രീകളുടെ തിരോധാനം. ഏകദേശം 40-50 വയസ്സ് പ്രായം വരുന്ന ജയനമ്മ ഉൾപ്പെടെയുള്ള ആൾക്കാർ. ഇവരുടെ 3 പേരുടെയും കൊലപാതകങ്ങളെക്കുറിച്ച് പോലീസിന്റെ അന്വേഷണം എത്തി നിൽക്കുന്നത് ഇപ്പോൾ സെബാസ്റ്റ്യനിലാണ്. ഒപ്പം 2 ഓട്ടോ ഡ്രൈവേഴ്സിന്റെ ദുരൂഹ സാഹചര്യത്തിലുള്ള മരണവും. ഇതെല്ലാം ഈ ഗ്രാമത്തെ വിറപ്പിച്ചു. എല്ലാറ്റിലും വിരൽ ചൂണ്ടുന്ന ഒരേ ഒരു പേര് സെബാസ്റ്റ്യൻ. സെബാസ്റ്റ്യൻ എന്ന 68-കാരൻ. പക്ഷേ ക്രൈംബ്രാഞ്ചിന്റെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും ചോദ്യം ചെയ്യലിന് മുന്നിൽ പതറാതെ വളരെ ആത്മവിശ്വാസത്തോടെ, തെല്ലും മനസ്സിന് ചാഞ്ചല്യമില്ലാതെ ചിരിച്ചുകൊണ്ട് ഓരോ തെളിവുകൾ മുമ്പിൽ കൊണ്ട് കാണിക്കുമ്പോഴും കുറ്റം സമ്മതിക്കാതെ ഒരു പാറക്കല്ലിന് സമാനമായി നിൽക്കുകയാണ് സെബാസ്റ്റ്യൻ. സ്വപ്നം പോലെ തോന്നിക്കുന്ന സിനിമാ കഥകളെ വെല്ലുന്ന കൊലപാതക പരമ്പരയാണോ ഈ ഗ്രാമത്തെ നടുക്കിയിരിക്കുന്നത് എന്നറിയാൻ ഇന്നത്തെ ഈ മണ്ണുമാന്തി യന്ത്രം കൊണ്ടുള്ള പരിശോധനയിൽ, കുളം പറ്റിച്ചുള്ള പരിശോധനയിൽ നമ്മൾ കാണാനിരിക്കുന്ന ആ കുഴിച്ചു മൂടിയ സത്യങ്ങൾ എന്തൊക്കെ എന്നറിയാം. സെബാസ്റ്റ്യന്റെ 2.25 ഏക്കർ ഭൂമി, കാടിന് സമാനമായ പ്രദേശം. ആ വസ്തുവിൽ അണലിയും മൂർഖനും വരെ മുമ്പിലൂടെ ഇഴഞ്ഞ് നീങ്ങുന്ന സ്ഥലത്തൊക്കെയും ഓടി നടന്ന് ഞാൻ എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി വിഷ്വൽസ് ചിത്രീകരിക്കാം. സെബാസ്റ്റ്യനെയും കൊണ്ടുള്ള പോലീസ് വാഹനം ഇപ്പോൾ ഇവിടേക്ക് വന്നിരിക്കുകയാണ്. നമുക്ക് കാണാം തുടർന്നുള്ള ആ കാഴ്ചകൾ ഓരോന്നും. ഒന്നുപോലും വിട്ടുപോകാതെ, സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും എന്നോടൊപ്പം നിൽക്കുമല്ലോ. അതുവഴിയാണോ? ആണോ? ഇതിലൊന്നും വീഴത്തില്ലേ? ഒത്തിരി റിസ്ക് ആയിട്ടുള്ള സ്ഥലത്തൂടെയൊക്കെയാണ് കേട്ടോ നമ്മളിങ്ങനെ പോകുന്നത്. നമ്മുടെ സെബാസ്റ്റ്യൻ അങ്കിളിൻ്റെ വീട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. 2000-2010 കാലഘട്ടത്തിൽ ബസ്സിലെ ക്ലീനറായിട്ട് തുടങ്ങിയതായിരുന്നു അത്രേ സെബാസ്റ്റ്യൻ അദ്ദേഹത്തിൻ്റെ ജീവിതയാത്ര. പിന്നെ ക്യാബ് ഡ്രൈവറായി. 2010 പെട്ടെന്നൊരു JCB ഒക്കെ വാങ്ങി. പിന്നെ ചില വാഹനങ്ങളൊക്കെ സ്വന്തമാക്കി. ഇദ്ദേഹത്തിൻ്റെ മുതലാളി പദവിയിലേക്കുള്ള മാറ്റം, കൺവേർഷൻ വളരെ വളരെ വേഗത്തിലായിരുന്നു എന്നാണ് അറിയുന്നവർ പറയുന്നത്. പിന്നെ 2011 ആയപ്പോഴേക്കും നല്ല ഭൂസ്വത്തിൻ്റെ ഉടമയൊക്കെ ആയി. ഇവിടെ 2003 മുതൽ തന്നെ ബിന്ദു പത്മനാഭൻ എന്ന് പറയുന്ന ഒരു സ്ത്രീയുമായി ഇദ്ദേഹത്തിന് പരിചയമുണ്ടായിരുന്നു എന്നതിന് ഏതാനും തെളിവുകൾ പോലീസിന് കിട്ടുകയുണ്ടായി എന്നാണ് അറിയുന്നത്. 2011 മുതൽ ബിന്ദുവിനെ കാണാതാകുന്നു. 2017 ബിന്ദുവിന്റെ തിരോധാന കേസ് രജിസ്റ്റർ ചെയ്യുന്നു. 2015 ആദ്യമായി സെബാസ്റ്റ്യനെതിരെ ആദ്യത്തെ FIR ഇന്ന് ഇവിടെ തെളിവെടുപ്പിനായി കൊണ്ടുവരികയാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന തെളിവെടുപ്പിൽ കത്തിക്കരിഞ്ഞ നിലയിലുള്ള ചില അസ്ഥി കഷ്ണങ്ങളൊക്കെ ഇവിടെ നിന്ന് കണ്ടെടുത്തിരുന്നു. സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന വ്യക്തി ഞങ്ങൾ ഒരുമിച്ച് ഫുട്ബോൾ കളിക്കുകയും നല്ലൊരു വ്യക്തിയായിരുന്നു. പിന്നെ ഈ 19-20 വർഷത്തിനിടയിലാണ് ഇങ്ങനെ ആയത്. ഇദ്ദേഹത്തിന് ഈ സ്ത്രീകളുമായിട്ട് ചങ്ങാത്തം ആരംഭിച്ചിരിക്കുന്ന അത് എത്ര കാലം മുമ്പ് അതൊക്കെ അറിയാം? അതിനെക്കുറിച്ചൊന്നും ഒരു അറിവ്. ഇത് വിവാഹിതനല്ലേ? അല്ലേ? വിവാഹം കഴിച്ചതാ. പിന്നെ ഒരു പ്രായത്തിൽ കഴിച്ചത്. അത് ശരി. അതറിയാം. ഈ കുടുംബം അദ്ദേഹത്തിന്റെ ഭാര്യ, മക്കളൊന്നുമില്ല, ഭാര്യ മാത്രമേ ഉള്ളൂ. ഭാര്യ ഇപ്പോഴും ഉണ്ട്? ഉണ്ട്. അത് ശരി. അപ്പോൾ അത് ഈ വീട്ടിൽ തന്നെയാണോ? ഇല്ല, അവരിപ്പോൾ അവരുടെ വൈഫ് ഹൗസിലാണ് എന്നാണ് അറിയാൻ സാധിച്ചത്. ഓക്കെ. നിങ്ങളുമായിട്ട് ഫുട്ബോൾ കളിക്കുന്ന ആളായിരുന്നു? ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു. അത് ശരി. അന്ന് ഏതെങ്കിലും രീതിയിൽ ഡ്രഗ്സിന് അഡിക്റ്റ്? അങ്ങനെയൊന്നുമില്ല. കഞ്ചാവ് ഇല്ല, മദ്യം കഴിക്കില്ല, കഞ്ചാവില്ല, ഒന്നുമില്ല. ശരിക്കും ഇപ്പോൾ വാർത്തകൾ വരുന്ന ഇതേ ഒരു സൈക്കോ കില്ലർ എന്നാണ്. അങ്ങനെ സൈക്കോ ആയിട്ട് തോന്നിയോ? ഇല്ല, അന്നൊന്നുമില്ല. സിഗരറ്റ് വലിയ മദ്യപാനമൊന്നുമില്ല. നല്ലൊരു മനുഷ്യൻ. പക്ഷെ ഇപ്പം ഈ വീട്ടിൻ്റെ അകത്തൊക്കെ ധാരാളം ബോട്ടിലുകളുണ്ടെന്നൊക്കെ വാർത്തകൾ വരുന്നു. ഇപ്പോൾ കൂട്ടുകാരായിട്ട് വന്ന് കഴിക്കണമെന്നായിരിക്കാം. അപ്പോൾ ആദ്യം ഇദ്ദേഹത്തിനൊരു ക്ലീൻ ചീട്ടായിരുന്നു. ശരി. ഈ നാട്ടിൽ ബിന്ദു പത്മനാഭൻ തിരോധാന കേസുമായി ബന്ധപ്പെട്ട് ഇയാൾക്കെതിരെ, സെബാസ്റ്റ്യനെതിരെ ഒരു FIR ഇടുന്നതുവരെ ഈ നാട്ടിലെ മാന്യനായിരുന്നു.
കണ്ട സ്ത്രീകളോടൊക്കെ ചെന്ന് വസ്തു വിറ്റു കൊടുക്കാം, നല്ല പണം തരാം, മറ്റ് നല്ലൊരു പ്രദേശത്തേക്ക് ഭൂമി വാങ്ങിത്തരാം എന്നുള്ള വാഗ്ദാനങ്ങളൊക്കെ അങ്ങോട്ട് ചെന്ന് പറയുന്ന ആളായിരുന്നു സെബാസ്റ്റ്യൻ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇന്ന് ഇവിടെ ഈ പ്രദേശമാകെ ഏരിയ തിരിച്ച് പുല്ല് ചെത്തി ക്ലീൻ ആക്കുകയാണ്. കാരണമുണ്ട്. മിക്കവാറും കിട്ടിയിരിക്കുന്ന അസ്ഥിക്ക് സമാനമായിട്ടുള്ള പഴകിയ വസ്തുക്കൾ, കാലപ്പഴക്കം കൊണ്ട് അവയൊക്കെ ഫോറൻസിക് സയൻസ് ലാബിൽ പോയി പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അസ്ഥിക്ക് സമാനമായ വസ്തുക്കൾ കിട്ടുന്നു എന്ന അറിവ് വരുന്നത്. അങ്ങനെ ഒന്നും രണ്ടുമല്ല, 6ഓളം വസ്തുക്കൾ ഈ ഭൂമിയിൽ നിന്ന് കിട്ടി. ഈ പ്രദേശമാകെ വല്ലാതെ ചതുപ്പ് പോലെ. ഇത് ആണ് ഒരു കുളം. ഈ കുളത്തെക്കുറിച്ചാണ് വളരെയധികം ദുരൂഹതയുള്ളത്. നിറയെ പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ട് മുകളിൽ നിറച്ചിട്ടിരിക്കുകയാണ്, ഡ്രൈനേജ് വേസ്റ്റും മറ്റും. എന്തായാലും ഇന്ന് പ്രത്യേകിച്ച് മനുഷ്യന്റെ അവശിഷ്ടങ്ങളെ കണ്ടെത്താൻ കഴിവുള്ള നായയെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഡോഗ് സ്ക്വാഡിലെ കെഡാവർ നായകൾ. ഇവയെ ഇവിടെ കൊണ്ടുവരുന്നതിന് ഒരു പ്രത്യേക കാര്യമുണ്ട്. ഇപ്പോൾ നടക്കുന്ന തെളിവെടുപ്പിലുടനീളം മണ്ണിന്റെ അടിയിലേക്ക് ചെന്നെത്തേണ്ട ആവശ്യമില്ലാത്ത രീതിയിൽ പലയിടത്തു നിന്നും അസ്ഥികഷ്ണങ്ങൾ കിട്ടിയിട്ടുണ്ട്. അവ മനുഷ്യൻ്റേത് തന്നെയാണോ എന്ന് തിരിച്ചറിയണം. കെഡാവർ എന്ന് പറയുന്ന ഇനത്തിൽപ്പെട്ട നായകൾ വിശേഷിച്ച് HRDDS എന്ന് വിളിക്കും, ഹ്യൂമൻ റിമൈൻസ് ഡിറ്റക്ഷൻ ഡോഗ്സ് എന്നാണ്. അവ സ്പെഷ്യലി ട്രെയിൻഡ് ഫോർ കാനിയൻസ് ദാറ്റ് ലൊക്കേറ്റ് ഹ്യൂമൻ റിമൈൻസ്. അങ്ങനെയാണ്. അതായത് അസ്ഥികളും മനുഷ്യ അവശിഷ്ടങ്ങൾ, മനുഷ്യൻ്റെ ശരീരത്തിലെ സ്രവങ്ങളൊക്കെ പറ്റിയ മണ്ണ്, കല്ല് പ്രദേശങ്ങൾ, ഇതൊക്കെ സ്മെല്ല് ചെയ്ത് കണ്ടെത്താൻ കഴിയുന്നതാണ് ഈ ഡോഗുകൾ. ഇതാണ് സെബാസ്റ്റ്യൻ്റെ വീട്ടിൻ്റെ പിൻവശം. ഇവിടെയൊക്കെ നമുക്ക് കാണാം വീട്ടിനുള്ളിൽ ടൈൽസാണ് ഇട്ടയ്ക്കുന്നത്. പക്ഷേ അകത്തെ ഒരു മുറിയിൽ ഈയിടെയായി, അതായത് 1.5 വർഷം മുമ്പ്, ടൈൽസ് മാറ്റി ഗ്രാനൈറ്റ് പാകിയിട്ടുണ്ട്. അതും ഒരു ദുരൂഹത ഉണർത്തുന്ന കാര്യമാണ്. ടൈൽസിനും ഗ്രാനൈറ്റിനുമൊക്കെ ഉള്ളിൽ ഒളിപ്പിച്ചിരിക്കുന്ന ചില സിനിമകളിൽ നമ്മൾ കണ്ടതുപോലെ കൊലപാതകങ്ങളുടെ തെളിവുകൾ ഉണ്ടാവും എന്നുള്ള സംശയത്തിൻ്റെ പേരിൽ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഉൾപ്പെടെയുള്ള അധികാരികൾ ഇവിടെയുണ്ട്. ഇന്ന് ഇവിടെ തെളിവെടുപ്പ് നടത്തും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് കണ്ടെത്തിയിരിക്കും എന്ന ഉറച്ച തീരുമാനത്തിലാണ്. ഇടയ്ക്കിടെ സെബാസ്റ്റ്യനോട് ആ വീട്ടിനുള്ളിൽ വെച്ച് പോലീസ് ചില ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അദ്ദേഹം മൗനമായിട്ടിരിക്കുകയോ ചിരിക്കുകയോ ചെയ്യുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത്. അതാണ് അയാളുടെ മറുപടി. ഇനിയും ഒരു തെളിവും നിങ്ങൾക്ക് കണ്ടെത്താനാവില്ല എന്ന രീതിയിലുള്ള ഒരു കരിമ്പാറ നയത്തിലാണ് പുള്ളിയുള്ളത്. ഇത്രയും ആത്മവിശ്വാസം കൊടുക്കാൻ എന്താണ് അദ്ദേഹത്തിൻ്റെ ചിന്ത, അദ്ദേഹത്തിൻ്റെ പ്രകൃതം? ഇതൊക്കെ നിയമവാഴ്ചകൾ പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമാണ്. ഇവിടെ നമുക്ക് ദൂരെ കാണാം, അങ്ങ് മുൻപ് ജൈനമ്മയുടെ ചില ശാരീരിക ഭാഗങ്ങൾ, അവശിഷ്ടങ്ങൾ, അസ്ഥി കഷ്ണങ്ങൾ ഒക്കെ കണ്ടെടുത്ത അതേ സ്ഥലത്തിന് കുറച്ചടുത്തായി ഒരു 5 മീറ്റർ മാറിയിട്ട് മറ്റൊരു കുഴിയിൽ നിന്ന് ഏതാനും വസ്തുക്കൾ ചികഞ്ഞെടുക്കുകയാണ് ആ മണ്ണിൽ നിന്ന്. ചിലതൊക്കെ കിട്ടി അവരത് ഒരു സ്ഥലത്ത് കളക്ട് ചെയ്ത് വയ്ക്കുന്നത് വളരെ ദൂരെ നിന്ന് കാണാം. വളരെ ദൂരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 100 മീറ്റർ 200 മീറ്റർ ഡിസ്റ്റൻസിലാണ് ക്രൈം സീനിൻ്റെ ഈ റിബൺ വലിച്ചു കെട്ടിയിരിക്കുന്നത്. അവിടെയെങ്കിലും എത്തി നോക്കാൻ പോലും പോലീസ് നമ്മളെ അനുവദിക്കുന്നില്ല. മീഡിയ എന്നല്ല, ആരെയും അനുവദിക്കുന്നില്ല. അത്രയ്ക്ക് രഹസ്യ സ്വഭാവം സൂക്ഷിച്ചുകൊണ്ടാണ് അവരത് ചെയ്യുന്നത്. ഒത്തിരി ദൂരേക്ക് സൂം ചെയ്തത് കൊണ്ടാവണം കയ്യിലിരുന്ന് ക്യാമറ ഇങ്ങനെ ചെറുതായി ഷേക്ക് ആവുന്നത്. ക്ഷമിക്കുമല്ലോ അല്ലേ? ജൈനമ്മയുടെ അസ്ഥികഷ്ണങ്ങൾ കരിഞ്ഞ നിലയിൽ ഇവിടെ നിന്ന് കിട്ടി എന്നത് മറ്റ് വാർത്തകൾക്കൊപ്പം ഞാനും പറഞ്ഞിട്ടതാണ് കേട്ടോ. പക്ഷെ അതിൻ്റെ നേരറിയാൻ ഇനി കാത്തിരിക്കണം 2 ആഴ്ച. DNA പരിശോധനയ്ക്ക് ശേഷം മാത്രമേ അതറിയാൻ സാധിക്കുള്ളൂ. ഇനി ഇന്ന് കണ്ടെത്തുന്ന സംഗതികൾ, ഉദാഹരണത്തിന് ഇന്ന് ഇവിടെ നിന്ന് കൊന്ത കിട്ടിയിട്ടുണ്ട്. അതുപോലെ സ്ത്രീകളുടേത് എന്ന് തോന്നിക്കുന്ന ഒരു ബാഗ് കിട്ടിയിട്ടുണ്ട്. ഏതൊരു തുണിയുടെ അവശിഷ്ടവും കിട്ടി എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതൊന്നും കിട്ടിയ ഉടനെ ഓടിക്കൊണ്ടുവന്ന് വാർത്താ ചാനലുകൾക്കോ
അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള പൊതുപ്രവർത്തകർക്കോ ഒന്നും അവർ വിശദീകരിച്ച് കൊടുക്കുകയോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കരുത്. ദൂരെ നിന്ന് കണ്ടു മനസ്സിലാക്കുക. കൂടെയുള്ള ഏതാനും പൊതുപ്രവർത്തകരൊക്കെ ഉണ്ട്, അവരെങ്ങാനും വഴിക്ക് അത് ലീക്കായി മാധ്യമങ്ങൾ അറിയുക, അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു രീതി. ഇവിടെ കണ്ടോ, ഈ ഭാഗത്ത് ഇതിൻ്റെ ഉള്ളിൽ എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുള്ള ചില സംഗതികളൊക്കെ ഉണ്ട് കേട്ടോ. മദ്യക്കുപ്പി, ഒപ്പം വേറെ ചില സംഗതികൾ. ഒരുപക്ഷെ അത് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ പിന്നാലെ ആരെങ്കിലും കൊണ്ട് ഇട്ടതാണോ എന്നൊന്നും അറിയില്ല. അങ്ങനെ പലതും പലതും. ഇദ്ദേഹം തെറ്റുകാരനാണോ പ്രതിയാണോ എന്നൊന്നും നമ്മൾ ചാനൽ പറയുന്നില്ല. കണ്ടോ, ഇങ്ങനെ ഓരോ സംഗതികൾ ഇതിന് ചുറ്റും കിട്ടുന്നുണ്ട്, അതിനെല്ലാം കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തെ പ്രതിയാണെന്ന് ഉറപ്പിക്കാനും ഈ കണ്ട തിരോധാനങ്ങളൊക്കെയും ചേർത്തലയ്ക്കും ചുറ്റും നടന്നവ ഒക്കെയും അവ നമുക്കറിയാം. ഒന്ന് ബിന്ദു പത്മനാഭൻ്റേത് തന്നെ, അതാണ് തുടക്കം. പിന്നെ ജൈനമ്മ, സിന്ധു, ആയിഷ മുതലായിട്ടുള്ള. ഇനി ആയിഷയുടെ തിരോധാനവുമായി ഇവിടെ സെബാസ്റ്റ്യനെ ബന്ധിപ്പിക്കുന്ന ഒരു ഘടകം, നേരത്തെ എടുത്ത കുഴിയുടെ ആ ഭാഗത്തുനിന്ന് കിട്ടിയ കത്തിക്കരിഞ്ഞ നിലയിലുള്ള എല്ലുകളുടെ കൂട്ടത്തിൽ ഒരു കെട്ടിയ പല്ല്, അതിൻ്റെ അവശിഷ്ടം കിട്ടി. അത് ജൈനമ്മയ്ക്ക് അങ്ങനൊരു സംഗതി ഉണ്ടായിരുന്നില്ല എന്ന് ബന്ധുക്കൾ പറഞ്ഞു. പല്ല് കെട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആയിഷയാണെങ്കിൽ അങ്ങനെ പല്ല് കെട്ടിയിട്ടുണ്ടായിരുന്നു, കമ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ആയിഷയുടെ കൊലപാതകവുമായി ഇതിന് ബന്ധമുണ്ടോ എന്നറിയണമെങ്കിൽ DNA ഫലം പുറത്തു വരണം. അതിനാണ് പറഞ്ഞത് 2 ആഴ്ച കാത്തിരിക്കണം. കണ്ടോ, ഇതിന് ചുറ്റും ഈ കാണുന്ന രീതിയിലുള്ള ചതുപ്പും തോടും കാടും കുളങ്ങളും ഒക്കെയാണ്. കുറ്റകൃത്യം ചെയ്യണം എന്ന് ഉണ്ടെങ്കിൽ സെബാസ്റ്റ്യന് പരിസ്ഥിതി വളരെ അനുകൂലമാണ്. പിന്നെ ഈ തെളിവുകൾ ഇങ്ങനെ പൂർണ്ണമായും ചിതറിയ അവസ്ഥയിൽ അങ്ങിങ്ങായി നശിപ്പിച്ചു കളയാൻ എങ്ങനെ കഴിഞ്ഞു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ശരിക്കും സെബാസ്റ്റ്യൻ തന്നെ ഒരു കുറ്റസമ്മതത്തിലൂടെ പറഞ്ഞിരുന്നെങ്കിൽ കാര്യങ്ങൾ എളുപ്പമായേനെ എന്ന് നീതിന്യായ സംവിധാനവും ഒപ്പം മാധ്യമപ്രവർത്തകരും നമ്മളും എല്ലാവരും ആഗ്രഹിക്കുകയാണ്. കാരണം ഇത് പോലീസ് സംവിധാനത്തെ ഒന്നാകെ, നാട്ടിനെ ഒന്നാകെ, നഷ്ടപ്പെട്ടവർക്ക് അവരുടെ അമൂല്യമായ ബന്ധുക്കളുടെ വിരഹവേദനയിൽ നിൽക്കുമ്പോഴും ആ വേദനയിൽ കടിച്ചമർത്തി നിന്ന് ഇവയൊക്കെ ഇതുപോലെ നിരീക്ഷിക്കുമ്പോഴും പുറമേ നിന്ന് നമ്മൾ കാണുന്ന ഒരു ലാഘവമല്ല അവർക്കുള്ളത്. അവരുടെ വിലപ്പെട്ട ജീവനുകളാണ് നഷ്ടമായിരിക്കുന്നത്. ഞാൻ നിൽക്കുന്നതിന് ചുറ്റുമുള്ള പ്രകൃതിയാണ്. കണ്ടോ, മറ്റു മാധ്യമപ്രവർത്തകരൊന്നും ഇവിടെ എത്താത്ത ഒരവസരത്തിൽ ഈ ഭാഗത്ത് ഒളിച്ചു നിന്ന് അവർ ചെയ്യുന്ന കാര്യങ്ങൾ പകർത്താം എന്ന വിശ്വാസത്തിലാണ് ആ കുളത്തിൻ്റെ അടുത്ത് ഞാൻ നിൽക്കുന്നത്. ഞാൻ നിൽക്കുമ്പോൾ എനിക്കൊരു സംശയം തന്നെയുണ്ട്, അവിടെ ചില അസ്ഥിമാടങ്ങൾ സ്പന്ദിക്കുന്നുണ്ടോ എന്ന്. ഇപ്പോൾ ആ കുളം വറ്റിച്ചു തുടങ്ങി. കുളം വറ്റിച്ചപ്പോൾ കിട്ടിയ കാര്യങ്ങളൊക്കെ ലൈവായി എല്ലാവരും അറിഞ്ഞതാണ്. ഒരു കൊന്ത കിട്ടി, അതുപോലെ ഒരു ബാഗ് കിട്ടി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കെഡാവർ ഡോഗ്സ് സ്മെല്ല് ചെയ്ത് ചില സംശയം പ്രകടിപ്പിക്കുന്ന എല്ലായിടത്തും പരിശോധിക്കാൻ തന്നെയാണ് തീരുമാനം. 68 വയസ്സുള്ള സെബാസ്റ്റ്യൻ, അദ്ദേഹത്തിൻ്റെ 15 വർഷത്തെ ചില ചിന്തകളും പ്രവർത്തനങ്ങളും ഒക്കെ സൃഷ്ടിച്ച വലിയ ദുരൂഹതയിൽ കേരളം ഒന്നാകെ ഇവിടെ ഉറ്റുനോക്കുകയാണ്, തെളിവുകൾ കണ്ടെത്തുകയാണ്. ഇപ്പോൾ ഇവിടെ നടക്കുന്നത് നമ്മുടെ സ്ഥലപരിശോധനയും, സെബാസ്റ്റ്യൻ്റെ വീട്ടിൽ സ്ഥലപരിശോധനയും. ഇവിടെ കുളങ്ങളുണ്ട്, ദുരൂഹതകൾ നിറഞ്ഞ ആ കുളത്തിൽ വെള്ളം വറ്റിച്ച് എന്തെങ്കിലും ശരീരഭാഗങ്ങൾ, അതിൻ്റെ അവശിഷ്ടങ്ങൾ അതിലുണ്ടോ എന്ന് പരിശോധിക്കുകയാണ്. ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് പ്രതീക്ഷയുണ്ട് ചിലപ്പോൾ എന്തെങ്കിലും തെളിവുകൾ ഇതിൽ നിന്ന് കിട്ടും, ശരീര അവശിഷ്ടങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ്. ശാസ്ത്രീയമായ പരിശോധനകളാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രതീക്ഷയുണ്ട്. ബിന്ദു, ഐഷ, ജൈനമ്മ അടക്കമുള്ള ആളുകളാണല്ലോ മിസ്സിംഗ് ആയിട്ടുള്ളത്. ഇവരുടെ ശരീരഭാഗങ്ങൾ ചിലപ്പോൾ കണ്ടേക്കാം. ഇപ്പോൾ നമ്മൾ ഈ അന്വേഷണത്തിൽ പൂർണ്ണമായിട്ടും ആക്ഷൻ കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് തൃപ്തിയാണ്. അന്വേഷണം ആദ്യഘട്ടത്തിൽ അലംഭാവത്തോടുകൂടി പോയതിൻ്റെ ഫലമായിട്ടാണ് ഇത്രയും പേരുടെ തിരോധാനത്തിലേക്ക് പോയത്. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തതിന് ശേഷം ആദ്യഘട്ടത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോയി. പക്ഷെ ഒരു ഘട്ടത്തിൽ ഈ സ്ഥലപരിശോധനയോ
ഈ സെബാസ്റ്റ്യൻ്റെ വീടിനകത്ത് ദുരൂഹതയുള്ള ഒരു മുറിയുണ്ട്. അവിടുത്തെ ഗ്രാനൈറ്റ് കുളിച്ച് അത് പരിശോധിക്കുവാനോ ഒന്നും അന്ന് അവർ തയ്യാറായില്ല. പക്ഷേ ഇപ്പോൾ അന്വേഷണത്തിൽ വലിയ പുരോഗതിയുണ്ട്. കാര്യം സ്ഥലപരിശോധന അടക്കം അവിടെ കുഴിച്ചു നോക്കി അസ്ഥിഭാഗങ്ങൾ ഇപ്പോൾ കിട്ടിയതായിട്ടാണ് അറിയാൻ സാധിച്ചത്. അതുകൊണ്ട് ഈ ദുരൂഹതയുള്ള കുളം വറ്റിച്ച് അവിടെയും പരിശോധന നടക്കുന്നു. ഈ ഗ്രാനൈറ്റ് പാകിയ മുറി, ആ ഗ്രാനൈറ്റ് മാറ്റി അതിനകത്ത് എന്തെങ്കിലും ശരീരാവശിഷ്ടങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഈ ബിന്ദുവിൻ്റെയും ജൈനമ്മയുടെയും ഐഷയുടെയും അടക്കമുള്ള ഈ ദുരൂഹത, തിരോധാനം, അത് സെബാസ്റ്റ്യന് നേരിട്ട് പങ്കുണ്ട് എന്ന് തെളിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു സമഗ്രമായ അന്വേഷണം, അതിനായി ഈ ശാസ്ത്രീയപരമായി ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്ത് പരിചയമുള്ള വിദഗ്ധരായ ആളുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അതൊരു IG ലെവൽ ഒരു ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തി ഇത്തരം വൈദഗ്ധ്യമുള്ള ആളുകളെയും ഉൾപ്പെടുത്തി ഒരു സ്പെഷ്യൽ ടീമിനെ നിയോഗിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇലന്തൂറിലെ നരബലിക്കോട്ടയെ അനുസ്മരിപ്പിക്കുന്ന ഒരു പരിസരമാണ്. അന്ന് രാത്രിയിലും തെളിവെടുപ്പ് നീണ്ടു. ഗ്രാനൈറ്റ് പൊട്ടിച്ച് തറ പരിശോധിച്ചു, കുളങ്ങളൊക്കെ വറ്റിച്ച് പരിശോധിച്ചു. ഇനിയും കണ്ടെത്തിയ രഹസ്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ നമുക്ക് കിട്ടിയിട്ടില്ല. മറ്റൊരു വീഡിയോയിൽ നമുക്കതും പരിശോധിക്കാം. ദുരൂഹതകൾ ഒളിപ്പിച്ച ഈ മണ്ണിൽ ഇനിയും പരിശോധനകൾ നടക്കും കേട്ടോ. പക്ഷേ സംഭവത്തെ, ജീവിതത്തെ ബാഹുല്യത്തോടെ മനസ്സിലാക്കുമ്പോൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറഞ്ഞിടട്ടെ പുതിയ തലമുറയ്ക്ക് വേണ്ടി. ഇവിടെ 3 കാര്യങ്ങളുണ്ട്: കുറ്റവാളി, അതുപോലെ കാഴ്ചക്കാരൻ, പിന്നെ പോലീസും. പോലീസ് ആവുന്നതാ നല്ലത്.